ഹലോ ഗോയ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്വാമി ശരണം. അപ്പോൾ മാല ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ മാല ഇട്ടിട്ട്. കഴിഞ്ഞ അമ്മ മാല ഇട്ട സമയത്ത് തന്നെ ഞങ്ങൾ ഇട്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അതല്ല, തിങ്കളാഴ്ച അമ്മ ശനിയാഴ്ച ഇട്ട് ഞങ്ങൾ തിങ്കളാഴ്ച മാല ഇട്ടെ. ഞങ്ങൾക്ക് അന്ന് ഇടാൻ പറ്റില്ല. ഞങ്ങൾ എറണാകുളത്ത് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഇതായിപ്പോയി. അപ്പോൾ ഇന്ന് വിശേഷമാണ് നമ്മുടെ നാട്ടിൽ പുതിയടുത്ത് ഫസ്റ്റിലത്തെ അയ്യപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് നല്ല സദ്യ ഉണ്ട്. അപ്പോൾ പോയി അന്നദാനം കഴിക്കുക എന്ന് പറയും. അന്നദാനം മഹാദാനം എന്നാണ്. അപ്പം ഭക്ഷണം കഴിക്കുക, നല്ല സാമ്പാറൊക്കെ കൂട്ടി ഒരു പ്രത്യേക വൈബാട്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ കോസ്റ്റ്യൂം ഞങ്ങൾ അയ്യപ്പൻ സ്വാമി ആയതിനു ശേഷം മാല ഇട്ടതിന് ശേഷം ഞങ്ങൾ ഇതുവരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം ഇന്നൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുക്കാൻ നന്ദൂനെ വേണം. ഇവൻ നന്ദൂനെ പോയി കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ആ നന്ദൂനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് വീഡിയോ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ അവിടേക്ക് പോവാൻ. ഫുഡ് കഴിച്ച് വന്നിട്ട് ഇനി വൈകിട്ടാണ് ബാക്കി ഫസ്റ്റത്തെ കൊല്ലാൻ കൊണ്ട് എന്താ പരിപാടി അറിയത്തില്ല. എന്തായാലും താലപ്പൊലി പോലെ തന്നെ ഞങ്ങളും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് കണ്ടിട്ട് കാണാം ഗൈസ്. അപ്പോൾ കൂടെ കുടിക്കും ഗൈസ്. ഞങ്ങളെ കഷ്ടപ്പാട് കണ്ടോ നിങ്ങളിതാ. അവനെ കൂട്ടി വന്നിട്ടുണ്ട്. ഇതാ ഞങ്ങളെ ക്യാമറമാനെ കൂട്ടി വരുന്നുണ്ട്. ഇതാണ് നന്ദു ആണ് ഗൈസ്. ഞങ്ങൾക്ക് ആരെയും കിട്ടായിട്ട് അവനെ വിളിച്ചപ്പോൾ അവനൊരു പണിയില്ല എന്ന് പറഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾക്കൊരു അന്നദാനം ഉണ്ട്. ഞങ്ങൾ 3 പേർക്ക് അന്നദാനവും കഴിക്കുക. ഞങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഇന്നത്തെ ക്യാമറമാനെ കിട്ടി ഗൈസ്. ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. ഫുഡ് കഴിക്കാൻ വന്ന അയ്യപ്പൻ വിളക്ക് എന്നിട്ടാ ഇത് സ്വാമിമാരിങ്ങനത്തെ വർത്താനൊന്നും പറയരുത് കേട്ടോ. സ്വാമിമാരിങ്ങനത്തെ വർത്താനൊന്നും പറയരുത്. ഇത് വ്ളോഗാണ്. ഇതൊക്കെ വരികയെ യൂട്യൂബിൽ ഉണ്ടാവേ. ഒലക്കാ നോക്കല്ലേ മാലടാണ്ടെന്ന്. എന്താ നന്ദു കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ ഫുഡ് സദ്യ ഉണ്ട്. സദ്യ കഴിച്ചിട്ട് സദ്യ കഴിക്കാൻ പോവാണ് ഞങ്ങൾ 3 ആള്. ഭക്ഷണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല തിരക്കാണ് ഗൈസ്. ഫുൾ കലവറയാണ്. ഞാൻ വരെ നന്ദുവിന് പെട്ടെന്ന് ചോറ് തീർന്നു ഏടെ ചോറ് നല്ല തിരക്കാ. അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാ. വീഡിയോ എടുത്ത് പോവാം. തിരക്ക് സീറ്റ് കിട്ടി ഗൈസ്. അവിടെ നിയന്ത്രിക്കാൻ സീറ്റ് മാറ്റി. കാരണം അടുത്തടുത്ത് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അവിടുന്ന് മാറ്റമുണ്ട്. കുറേ സമയം വരുന്നുണ്ട്. ഇതാകുമ്പോൾ പ്രശ്നമില്ല. നല്ല വിശപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. കുഴപ്പമൊന്നുമില്ല. നല്ല സദ്യ ഉണ്ട്. സാമ്പാറും കോഴിക്കോടുള്ള സാമ്പാറും ഒക്കെ സ്പെഷ്യലാണ്. തേങ്ങ വറുത്തരിച്ച് വെച്ചിട്ടുള്ള സാമ്പാർ. അത് വല്ലാത്തൊരു വൈബാണ്. ഇപ്പോട്ടെ നമ്മൾ പ്രത്യേക ഇലയൊക്കെ ഇട്ടിട്ട് ഇതാണ് നമ്മളെ വിളക്ക് സ്വാമി. നന്ദുവിന് പുതിയ പേരാണ് വിളക്ക് സ്വാമി. അതിന്റെ രഹസ്യം എന്താ ഞങ്ങൾ പറയുന്നില്ല. ഇനി ഓരോ സാധനങ്ങൾ അങ്ങനെ വന്നോണ്ടിരിക്കുക കേട്ടോ. വിളമ്പൊന്നും വീഡിയോ എടുക്കേണ്ട വെച്ചിട്ടാണ്. വിളമ്പി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരണം വിളിക്കുന്നത് ഉപ്പേരി. ഇപ്പം അടുത്തെന്നതാ അവിയൽ നമ്മളെ ഫേവറേറ്റ് സാധനം. കുറച്ച് അധികം ഇട്ടിരിക്കണം. അവിയൽ കുറച്ച് ഉണ്ടെങ്കിൽ അവിയൽ പച്ചടി ഉണ്ടോ? വീണ്ടും ചോദിക്കുന്നു. അവിയലിക്കും 2 എണ്ണമാണ്. 2 സ്പൂൺ വരും ഉണ്ടോ? അവിയലുണ്ടെങ്കിൽ കുറച്ച് കിട്ടോ. തന്നില്ല സ്വാമി തന്നില്ല. മോനുണ്ടോ? എല്ലാ ഐറ്റംസും വന്നു. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങട്ടെ. ഒരു കഴിച്ചു തുടങ്ങി. ഞാൻ പപ്പടം കൂടി വരാണ്ട് എന്നാൽ ബാക്കി സെറ്റ്.
അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ട് ഗൈസ്. കുളിച്ചു ഗൈസ്, ഭക്ഷണം കഴിച്ചു, നനഞ്ഞു കിട്ടും, വിശർത്തതാണ് ഗൈസ്. ഗൈസ് അങ്ങനെ ഫുഡ് കഴിച്ച് നന്നായിട്ട് കുഴങ്ങിക്കിതാ, നന്നായിട്ട് വിശർത്ത് ഒലിച്ചു. ചിഞ്ചൂടിന് ആരോടോ വർത്താൻ പറയാണ് ഞാൻ നന്ദു. എന്തു എങ്ങനെ ഉണ്ടായി ഫുഡ്? അടിപൊളി ഭക്ഷണം കഴിച്ചു, വേർത്ത് ഒലിച്ച്. ഇവിടെ വന്നിട്ടോ ഗൈസ്, വേണ്ട വായി നോക്കാൻ വന്നിട്ടില്ല. മറ്റേ കാണുന്നില്ല, അമ്മ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. വായി നോക്കി ഇവിടുന്ന് ഇറങ്ങുന്ന പോലെ തിരക്കുണ്ട് ഗൈസ്. ഇനിയിപ്പോ എഴുന്നള്ളത്ത് വരണം, പാലക്കൊമ്പ് എഴുന്നള്ളത്താണ്. അപ്പൊ അങ്ങനെയാണ് എഴുന്നള്ളത്ത് കാണാൻ നിൽക്കുന്നത്. അങ്ങ് പൈസ ഞാൻ എടുത്ത് ഇങ്ങനെ വാങ്ങിക്കും. മാമന്റെ മക്കളെ കൂട്ടിയിട്ടുണ്ട്, അവർക്ക് എന്തോ ഐസ്ക്രീം മറ്റോ വാങ്ങി കൊടുത്തോ. അമ്മക്ക് വേണ്ട, വാങ്ങിക്കോ. എന്താണ് വൈകുന്നേരത്തെ വ്ളോഗ് ചെയ്യണ്ടേ? ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി പടനിലം റോഡ് എല്ലാത്തരം വാഹനങ്ങളുടെയും ഇൻഷുറൻസിന് 9223 പടനിലം റോഡ് തെരിപ്പലി ബ്രാഞ്ച്. താലപ്പൊലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ വിളക്കാട്ടോ, അതുകൊണ്ട് ചെറിയ താലപ്പൊലി മാത്രമേ ഉണ്ടാവും. ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്തൊക്കെ ഉള്ളത്. ആനൊന്നുമില്ല, സാധാരണ ആന ഉണ്ടാവും. അയ്യപ്പ വിളക്കിന് ആന ഉണ്ടാവാറുണ്ട്. വെളിച്ചത്തിലേക്ക് ഇന്നാലോ അല്ലാതെ 12967. നല്ല ജനങ്ങളുണ്ട് കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്, നല്ല ക്രൗഡ് തന്നെ, ഗംഭീര പരിപാടി തന്നെ. ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നേരം നല്ല ക്രൗഡുണ്ട്. ഇത് ഫസ്റ്റത്തെ വിളക്കാണ്, അതുകൊണ്ട് അത്രത്തോളം ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ പ്രിയശേട്ടൻ സ്വാമി, ഈ കൊല്ലം ആദ്യമായിട്ട് മാലട്ടെ കന്നിസ്വാമി കേട്ടോ. നല്ലൊരു ഗായകനാണ്, നമ്മളെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പ്രിയേഷ് കാരക്കുന്നുമൽ അല്ലേ പ്രിയേശേട്ടാ? നർത്തകി ഡാൻസ് കോസ്റ്റ്യൂം ധരിക്കും. എല്ലാ ഡാൻസ് ബസ്സുകളും വാടകയ്ക്ക് ലഭിക്കുന്നു. നർത്തകി ഡാൻസ് കോസ്റ്റ്യൂം. ഈ ഉത്സവമണ്ഡലകാലം ഈ ഒരു ശരണവിളി, എല്ലായിടത്തും ശരണവിളി മാത്രം. രുചികരമായ ഭക്ഷണങ്ങൾ ഗാലക്സി ഹോട്ടൽ പടനിലം റോഡ് തരും. ഗാലക്സി ഹോട്ടൽ ഫോൺ നമ്പർ 9747. നമ്മുടെ ഫ്രണ്ടിന്റെ വൈഫാട്ടോ, അതാ ചിരിക്കുന്നത്. വ്ളോഗ് ഫ്രണ്ടിന്റെ വൈഫാണെന്ന് പറഞ്ഞ വ്ളോഗാ. നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഇപ്പൊ നേരത്തെ കണ്ട ഫ്രണ്ട്, ഇതാണ് അഖില്. എൻ്റെ വൈഫ് വീഡിയോ കണ്ട്
planets type natural soul. അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടാണോ? ഇത് കേൾക്കൂല പറയുന്നത്. കർപ്പൂരാണ് ഗൈസ്. കർപ്പൂരം ഇങ്ങനെ കാണികളൊക്കെ ആയിട്ട് ഇതാണ് അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണാറ്.
ലിജു ചേട്ടൻ യൂട്യൂബിലുണ്ടാവും കുഞ്ഞു സബ്സ്ക്രൈബർ ഞങ്ങളെ യൂട്യൂബിൽ ഞങ്ങളെ വീഡിയോ കാണും. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ കാണാതെ ഫോട്ടോ എടുത്ത് അമ്മക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ പേരുന്നാ? പ്രയാഗ്. എത്രയല്ലേ പഠിക്കുന്നേ? ഗൈസ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ 3 പേരും അപ്പം താടിയെന്നും കൂടെ നോക്കി. അപ്പം താടിയായി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോട്ടോ. ഞാൻ കഴിച്ചതാണ്, വീട്ടിൽ നിന്ന് കഴിച്ചാൽ പോകുന്നത്. പൂളക്കറി ഉപ്പുമാ. അമ്മ ഉപ്പുമാ കഴിച്ചു, ഞാൻ ചോറ് തിന്നു. ചിഞ്ചുടൻ ചോറ് തിന്നു, നന്ദു ചോറ്. ഇതാ തക്കുടും കുഞ്ഞൂരും അവിടെ ഇരിക്കുന്നു. വീട്ടിലെത്തിയപ്പോ അയ്യപ്പങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താ കാണിവിളക്ക് എന്ന് പറയും. അമ്മ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. തലപ്പൊലിയൊക്കെ കഴിഞ്ഞു, കണ്ടൊക്കെ ഉഷാറായി. അമ്മ ഉണ്ടായി, മാമൻ്റെ 2 മക്കളും ഉണ്ടായി. അപ്പം കൂടുതൽ ഞങ്ങൾക്ക് ബ്ലോഗ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, സ്വന്തം നാടായതുകൊണ്ട് തന്നെ. ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ആൾക്കാർ എന്നെ വിചാരിക്കും. അപ്പോൾ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇത്രയും നേരം നമ്മളെ വീഡിയോ കണ്ടതിന് താങ്ക് യു. ഇനി മുന്നോട്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എങ്ങനത്തെ വീഡിയോസൊക്കെ ആണ് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കിട്ടുന്ന എന്തെങ്കിലും നല്ല നല്ല പരിപാടികൾക്ക് പോകുമ്പോൾ മിസ് ചെയ്യാതെ നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു. നമ്മളെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ പോകുന്ന പരിപാടികൾ കൂടുതലായിട്ടും കവർ ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഒന്ന് ഞങ്ങൾ സെറ്റ് ആക്കും, എല്ലാം സെറ്റ് ആക്കി കൂടെ കാണും. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക്, കമന്റ്, ഷെയർ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരെ ബൈ ബൈ.